വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെ കുരിശിന്റെ പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ടതായിരുന്നു. ഇന്നലെ ധ്യാനം വന്നിരുന്നതിന് അവധിയായിരുന്നതുകൊണ്ട് ആ വേദഭാഗം വായിച്ച് ആ സന്ദേശം കുരിശിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഒരു ശാബത ദിവസം യേശു വെള്ളഭൂമിയിൽ കൂടി പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ ഊരി എടുത്തുകൊണ്ടായിരുന്നു. പരീശർ അവനോട്, നോക്കുക, ഇവ ശാബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, ദാവീദും കൂടെയുള്ളവരും വിശന്നു വലഞ്ഞപ്പോൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അബ്യാഥാർ പ്രധാനാചാര്യനായിരുന്ന കാലത്ത് അവൻ ദൈവഭവനത്തിൽ പ്രവേശിക്കുകയും ആചാര്യന്മാർക്കല്ലാതെ ഭക്ഷിക്കുവാൻ അവകാശമില്ലാത്ത ആ കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലയോ? പിന്നെയും അവൻ പറഞ്ഞു, ശാബത ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് മനുഷ്യപുത്രൻ ശാബത്തിന്റെയും കർത്താവാകുന്നു. അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ ആരെ വിശ്വസിച്ചേൽപ്പിക്കും? സ്വന്തമല്ലാത്ത നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ സ്വന്തമായത് നിങ്ങൾക്ക് ആര് തരും? രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ഒരു ദാസന് കഴിയില്ല. ഒന്നുകിൽ അവൻ ഒരാളെ വെറുത്ത് മറ്റേയാളെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരാളെ ബഹുമാനിച്ച് മറ്റേയാളെ അപമാനിക്കും. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അവസാനം വായിച്ചത് കുരിശിന്റെ പെരുന്നാളിൽ പ്രഭാതത്തിൽ വായിക്കുന്ന വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 1-13 അവസാനത്തിലെ വാക്യങ്ങളായിരുന്നു. നമുക്ക് ഈ 2 വേദഭാഗങ്ങൾ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പഞ്ചദിനത്തിന്റെ ഈ സമാപന ദിനത്തിൽ കഴിഞ്ഞ 4 ദിവസത്തെ സന്ദേശങ്ങളും ഇന്നത്തെ സന്ദേശം ഒന്നിച്ചു ചേർത്ത് അത് നമ്മളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന കുരിശിന്റെ പാതയിൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലെത്തിക്കുവാൻ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം, എങ്ങനെ നമ്മൾ ഗ്രഹിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലെ ധ്യാനത്തിൽ തന്ന സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് 5-ാം ദിവസത്തിൽ സങ്കേതം പ്രാപിപ്പാൻ തന്നിരിക്കുന്ന ഭാഗ്യത്തിന് നന്ദി പറയുന്നു. ഇന്ന് വായിച്ചതായ തിരുവചനങ്ങളെ അത് മുറിച്ച് ഇണചേർക്കേണ്ട വചനങ്ങളുമായി ഇണചേർത്ത് അപ്പോൾ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തരുന്ന സന്ദേശങ്ങൾ, ആ സത്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ട് അത് പരിശുദ്ധാത്മാവിന്റെ സത്യസന്ദേശങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുവാനും ഞങ്ങൾ സ്വതന്ത്രമാക്കുവാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചതായ സത്യങ്ങൾ എല്ലാം തന്നെ പരിശുദ്ധമെല്ലാം സമ്മതിക്കുന്നു. അശുദ്ധാത്മാക്കൾ പറയുന്ന സത്യങ്ങൾ പോലും സത്യമാണെങ്കിൽ ഞങ്ങളെ അശുദ്ധമാക്കുമെന്ന് ഞങ്ങളെ കഴിഞ്ഞ ആഴ്ചയിൽ പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു. സത്യം പോലും വിശുദ്ധാത്മാവിൽ പറഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും വിശുദ്ധിയും നൽകുമെന്നുള്ള കാര്യം ഞങ്ങളെ ഞെട്ടിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അജ്ഞത കൊണ്ടോ ബലഹീനത കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ സാഹചര്യങ്ങളെ സമ്മർദ്ദം കൊണ്ടോ പരിജ്ഞാനക്കുറവുകൊണ്ടോ ഞങ്ങൾ പല അർത്ഥസത്യങ്ങളും പല സത്യങ്ങളും അശുദ്ധാത്മാക്കളുടെ മാധ്യമത്തിലൂടെ കേട്ടിട്ടുണ്ട്. അശുദ്ധാത്മാക്കളുടെ മാധ്യമത്തിലൂടെ കേട്ട കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അശുദ്ധി സംഭവിച്ചിട്ടുണ്ട്. ആ അശുദ്ധി വിശുദ്ധനായ നിന്നെയും നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ അകത്തിക്കളഞ്ഞു. അങ്ങനെ ദൈവം ഞങ്ങൾ നകലുമ്പോൾ ഞങ്ങളോട് അടുക്കുന്ന തിന്മ ഞങ്ങളെ കീഴടക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ സത്യം ആഴമായി ഗ്രഹിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രഹിച്ചിരിക്കുന്നതായ സത്യങ്ങൾ 100% പരിശുദ്ധമായിരുന്നോ എന്ന് പരിശോധിച്ചിട്ട് 100% പരിശുദ്ധമായ വിധത്തിലെ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞിട്ട് അത് പരിജ്ഞാനമായിട്ട് ആ പരിജ്ഞാനമുള്ളവരെ സ്വീകരിക്കുന്ന കർത്താവിന്റെ ഉള്ളറയിലായി തീരുവാൻ, പരിജ്ഞാനക്കുറവുകൊണ്ട് ഞങ്ങളോ ഞങ്ങളുടെ സൗകര്യം തള്ളപ്പെടാതിരിക്കാൻ, ഞങ്ങൾ ബുദ്ധിയില്ലാത്ത കന്യമാരെ പോലെ അവസാനം യാതൊരു ഫലമില്ലാതെ കരയാനിടയാകാതെ ബുദ്ധിയുള്ളവരെ പോലെ പരിജ്ഞാനമുള്ളവരായി നിന്നോട് പറ്റിച്ച് അതിന്റെ അസ്ഥിയും മാംസമാകുവാൻ ഈ കുരിശിന്റെ മാർഗം കുരിശെടുത്ത് ഇടം പ്രാപിക്കുന്ന ആ വലിയ അനുഭവത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാം വിചാരിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുഖീകരിക്കുവാനായിട്ട് തന്നെ ഇരിക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെ കുരിശ് വരുന്ന വഴികൾ, കുരിശ് എടുത്തുകൊണ്ട് പോകേണ്ട വഴി, കുരിശെടുത്ത് കിരം പ്രാപിക്കാനുള്ള മനോഭാവം, ഈ വിഷയം പഠിക്കുവാൻ ഈ വേദഭാവം ഇങ്ങനെ സഹായകരമാണ്. കുരിശിന്റെ ഓരോ വിവിധ മണ്ഡലങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. കുടുംബജീവിതത്തിലെ കുരിശ്, സാമ്പത്തിക മണ്ഡലത്തിലെ കുരിശ്, ഇനി ആഹാരം കഴിക്കലിലെ കുരിശ്, യാത്രയിലെ കുരിശ്, നിയമങ്ങളുടെ കുരിശ്, നിയമങ്ങൾ ഉണ്ടാക്കി തരുന്ന കുരിശ്. നിയമങ്ങൾ നമുക്ക് കുരിശുണ്ടാക്കി തരും. പലതരം നിയമങ്ങളുണ്ട്, ചട്ടങ്ങൾ. സഭയ്ക്ക് നിയമമുണ്ട്, ഓരോ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനയുണ്ട്, സഭയ്ക്കൊരു ഭരണഘടനയുണ്ട്.
ഈ ഭരണഘടന പ്രകാരം നമ്മളെ സദൂഷം നിരീക്ഷിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതിനെ വിളിച്ച് നമ്മൾ കുറ്റക്കാരാണെന്ന് തോന്നുന്നവരുണ്ട്. കുറ്റക്കാരല്ലെങ്കിലും കുറ്റക്കാരാണെന്ന് ആരോപണം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അതൊരു കുരിശാണ്. അപ്പോൾ യേശുവിന് ശിഷ്യന്മാർക്ക് ഒരു ശനിയാഴ്ച ദിവസം ഉണ്ടായ കുരിശ് ശാബത്തിനെ കുറിച്ചുള്ളതായ വികലമായ ധാരണയിൽ നിന്നുണ്ടായ കുരിശാണ്. ദൈവത്തിന്റെ വചനങ്ങളെക്കുറിച്ചും 10 കൽപ്പനകളെക്കുറിച്ചും ഒക്കെയുള്ളതായ വികലമായ നമ്മുടെ ധാരണകൾ മറ്റുള്ളവർക്ക് കുരിശുണ്ടാക്കാൻ, മറ്റുള്ളവരെ കുറ്റക്കാരാക്കാനും അവരെ വിധിക്കാനും അങ്ങനെ വലിയ വിഷമം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 2:23 മുതൽ 28 വരെയുള്ള ഭാഗത്ത് ശാബത്തിനെ കുറിച്ചുള്ള വികലമായ ധാരണ കർത്താവിനും ശിഷ്യന്മാർക്കും ഒരു ദിവസം എങ്ങനെ വേദനയുണ്ടാക്കി, അസ്വസ്ഥതയുണ്ടാക്കി, കുരിശുണ്ടാക്കി എന്നുള്ള കാര്യമാണ്. അപ്പോൾ വിശുദ്ധ മർക്കോസ് 2:23 മുതൽ 28 വരെയുള്ള കഴിഞ്ഞ വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗം നമ്മൾ ഇന്ന് വായിച്ച് നമ്മുടെ പഞ്ചദിന ധ്യാനം സമാഹരിക്കുന്ന ഈ സമയം ഇന്നത്തെ കുരിശ് വരുന്ന വഴി നിയമങ്ങളും ചട്ടങ്ങളും ആദർശങ്ങളും ഇവയൊക്കെയും വികലമായി അസ്ഥാനത്ത് അയോഗ്യമായി പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കുരിശ്, അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ സംഭവം. ദിവസം ശാബത്തിനെ ആചരിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ ശാബത്ത് ദിവസം സ്വസ്ഥമായിരുന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ വേദി ഒരുക്കി കൊടുക്കണം. ദൈവം സ്വസ്ഥമായിരുന്ന് തന്റെ വേലകളെ തിരിഞ്ഞു നോക്കി അത് നല്ലതെന്ന് കണ്ട് ആസ്വദിച്ച ദിവസമാണ്. നമ്മൾ സ്വസ്ഥമായിരിക്കുന്ന സമയമാണ് നമുക്ക് പുറകോട്ട് നോക്കാൻ കഴിയുന്നത്. പുറകോട്ട് നോക്കുന്നത് നടന്ന കാര്യങ്ങളുടെ മനോഹാരിത കാണാനും വൃത്തിയോട് വല്ലോണ്ടെ മാറ്റാനുമാണ്. നോക്കാൻ സമയമുണ്ടോ? അങ്ങനെ ഒരു റിവ്യൂ വേണം. കാര്യങ്ങൾ പുറകോട്ട് നോക്കി കറക്റ്റ് ചെയ്താലേ മുമ്പോട്ട് പോകുന്ന കാര്യം ഭംഗിയാവുള്ളൂ. ഇന്നലകളെ ഭംഗിയാക്കിയെങ്കിലേ ഇന്ന് ഭംഗിയാവുള്ളൂ. ഇന്നലെയും ഇന്നും ഭംഗിയായാലേ നാളെ മനോഹരമാവുള്ളൂ. അതുകൊണ്ട് ഒരു അവധി വളരെ നല്ലതാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും അവധികളുണ്ട്. ജ്ഞാനോന്നതത്തിന്റെ അവധിയായിരുന്നില്ലേ? എന്തിനാ ഇന്നലത്തെ അവധി? പുറകോട്ട് നോക്കാനാണ്. കഴിഞ്ഞ 1 വർഷക്കാലത്ത് നമ്മുടെ ധ്യാനങ്ങൾ, നമ്മുടെ കൂടിയ ഉരവുകൾ അത് എങ്ങനെ ഇരുന്നു, അതിന് എന്തെല്ലാം ഗുണം കിട്ടി, അതിനെക്കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങളുണ്ടായി, അതെല്ലാം വിശകലനം ചെയ്തിട്ട് അതിനെ എത്രയും യഥാസ്ഥാനപ്പെടുത്തി അതിനെ നമുക്ക് പ്രയോജനമാക്കാൻ വേണ്ടിയാണ് ഈ അവധികൾ. അങ്ങനെ എല്ലാ ആഴ്ചയിലും 7-ാം ദിവസം അവധിയെടുക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചു. അന്ന് സ്വസ്ഥമായിരുന്നിട്ട് ദൈവത്തോടൊപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി അത് ഭംഗിയാക്കുക എന്നുള്ളതാണ്. കർത്താവ് തിരിഞ്ഞു നോക്കിയത് താൻ ചെയ്ത വേലയുടെ മനോഹാരിത ആസ്വദിക്കാനാണ്. ഏതാ? പക്ഷെ നമ്മൾ ചെയ്താൽ എല്ലാം ആസ്വദിക്കാൻ നോക്കുമോ? ചിലതെല്ലാം വൃത്തികേടായിരിക്കും. അപ്പം അത് വൃത്തികേട് മാറ്റാനും കഴിയാം. അതറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഇങ്ങോട്ട് വായിച്ചു നോക്കിയാൽ കർത്താവിന്റെ ഓരോ സൃഷ്ടിയും കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു തിരിഞ്ഞോട്ടമുണ്ട്. അപ്പൊ ഡെയിലി റിവ്യൂ ആൻഡ് വീക്ക്ലി റിവ്യൂ, മന്ത്ലി റിവ്യൂ, ഇയർലി റിവ്യൂ, ഇങ്ങനെയൊക്കെ പല റിവ്യൂകളുണ്ട്. ഇതൊക്കെ വളരെ മനോഹരമാണ്. ഇതൊക്കെ ഉണ്ടോ നമുക്ക്? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടകളാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു റിവ്യൂ കാണും. ഒരു തിരിഞ്ഞു നോട്ടം, കിടക്കുന്നതിന് മുമ്പ് ഒരു തിരിഞ്ഞു നോട്ടം. അന്നത്തെ കണക്ക് ക്ലോസ് ചെയ്തിട്ടേ കിടക്കാവൂ. അന്ന് ചെയ്ത കാര്യം എല്ലാം മനോഹരമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് കിടക്കാവൂ. ചിലപ്പോൾ വൃത്തിയായിട്ട കാര്യം കാണും. അത് വൃത്തിയാക്കിയിട്ട് അത്താഴമുണ്ട് പാത്രം നാളെ കഴുകാമെന്ന് ചേർക്കുന്നത് ശരിയാവുന്നുണ്ട്. അത്താഴമുണ്ട് പ്ലേറ്റ് രാത്രി തന്നെ കഴുകി കമത്തി വെച്ചേരിയത് മലത്തി വെച്ചാൽ കുഴപ്പമില്ലാന്നറിയോ? പൊടി വീഴുന്നത്. കഴുകി കമത്തി വെച്ചേച്ച് പിറ്റേ പ്രാവശ്യം എടുത്തന്നെ വിളമ്പിയാൽ മതി. അല്ല പിന്നെയും കഴുകാൻ പോകേണ്ടി, കാരണം അന്തരീക്ഷത്തിൽ പൊടികളുണ്ടാകും. അങ്ങനെ കൊണ്ട് ഗ്ലാസും പ്ലേറ്റും ഒക്കെ കഴുകി കമത്തിയേ വെക്കാവൂ. അതിന് പ്രമാണം അന്തരീക്ഷത്തിൽ പൊടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, വീണുകൊണ്ടിരിക്കുന്നു, കാണുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ചെയ്ത കാര്യം ഭംഗിയാകണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ, നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ എല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കി യഥാസ്ഥാനപ്പെടുത്തിയിട്ട് ഇതെന്റെ അവസാനത്തെ ദിവസമാണ്, നാളെ ഞാൻ ഉണരുമോ, നാളെ ഞാൻ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകുമോ, ഞാൻ എവിടെയാണ് ഉണരുമെന്ന് എനിക്ക് ഒരു ബോധവുമില്ല. അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ ദിവസമാണെങ്കിൽ എന്റെ ജീവിതം കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കണം. അങ്ങനെ നമ്മൾ ജന്മസാഫല്യം അടയണം എന്നുള്ള ബോധത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും തിരിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ട്. എല്ലാ ആഴ്ചയിലും തിരിഞ്ഞു നോക്കണം. എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം തിരിഞ്ഞു നോക്കാൻ ഒത്തില്ലെന്നിരിക്കട്ടെ, തിരക്കട്ടെ, യാത്രയായി പോയി പാദയാത്രയ്ക്ക് വന്ന് കയറി ബെഡേലിട്ടം വീണെന്നിരിക്കും, അന്ന് റൂപി നിർത്താനൊക്കെ പോകും. അത് പിറ്റേ ദിവസത്തേക്ക് മാറിയിരിക്കും. പിറ്റേ ദിവസം അങ്ങനെയാണെന്നിരിക്കട്ടെ, അങ്ങനെ വെള്ളിയാഴ്ച വരെ അങ്ങ് പോയാലും ഒരു ദിവസം അവധി എടുത്താൽ ഗുണം തന്നെ ആ ദിവസത്തെ എല്ലാ വിഷയവും ഈ അവധി ദിവസം
തീർക്കാൻ സാധിക്കും. അതാണ് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവധി എടുത്താലുള്ള ഗുണം. നമ്മുടെ എല്ലാ ഒരാഴ്ചത്തെ കുടിശ്ശിക തീർത്ത് ക്ലീൻ ആകാൻ സാധിക്കും. ഇപ്പൊ ധ്യാനമന്ദിരത്തിന്റെ ഒരു വർഷത്തെ 35 കൊല്ലത്തെ കുടിശ്ശിക തീർക്കാനാണ് ഇപ്പോൾ ഈ ഒരു മാസം ഞാൻ അവധി എടുത്തിരിക്കുന്നത്. ഒരു മാസത്തേക്ക് അവധി എടുത്തിരിക്കുകയാണ്. ഈ അവധി കാലം കൊണ്ട് ഇവിടുത്തെ 35 കൊല്ലക്കാലത്തെ കുടിശ്ശികൾ തീർത്ത് എല്ലാം ഭംഗിയാക്കി ഉചിതവും ചന്തവുമാക്കിക്കൊള്ളാം എന്ന് കർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് വെക്കാൻ. അടുത്ത വർഷത്തെ സഭാ ജീവിതം, അടുത്ത വർഷത്തെ നമ്മുടെ ജീവിതം എല്ലാവർക്കും പ്രസാദകരവും ദൈവനാമ മഹത്വത്തിനുമായി തീരുവാൻ ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശാബത ദിവസം യേശുവിന്റെ ആത്മാവിനെ അനുസരിച്ചുള്ളതായ പോക്ക് അത് പിതാവായ ദൈവത്തിന് പ്രസാദകരമായിരുന്നു. പക്ഷേ അത് അന്നുണ്ടായിരുന്ന പരീശന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ നിയമപ്രകാരം തെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര ചിട്ടയോടെ ജീവിച്ചാലും നമ്മൾ എത്ര നിയമപ്രകാരം ജീവിച്ചാലും അത് തെറ്റാണെന്ന് പറയാൻ ദുർമനസാക്ഷിയുള്ള, മനസാക്ഷിക്ക് വികലതയുള്ള ചിലരുണ്ടായിരിക്കും. നമ്മുടെ മനസാക്ഷി അനുസരിച്ച് നന്നായിട്ട് എല്ലാം ചെയ്യണം, ദൈവാത്മാവിനെ അനുസരിച്ചെല്ലാം ചെയ്യണം. ഇതൊക്കെ ചെയ്താലും നമ്മൾ കുറ്റം കാണുന്ന പരീശന്മാർ എവിടെയും കാണും. അവർ സ്വയം നീതീകരിക്കുന്നവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരുമാണ്. ആ പരീക്ഷ മനോഭാവം നമുക്ക് കുറച്ച് കണ്ടെന്ന് ഇത് അത് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ചോദ്യമുണ്ടല്ലേ. എനിക്ക് എത്ര പരീക്ഷ മനോഭാവമുണ്ട്, എത്ര സാധുക്യ മനോഭാവമുണ്ട്. അത് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പുരുഷന്മാർക്കായിരിക്കും. മറ്റുള്ളവർ എത്ര നന്നായൊരു കാര്യം ചെയ്താലും പരീക്ഷ മനോഭാവവും അസൂയ മനോഭാവം ഉണ്ടെങ്കിൽ കുറ്റത കാണാനൊക്കെ ഉള്ളൂ, നന്മയൊന്നും കാണാൻ സാധിക്കുകയില്ല. അത് മറ്റുള്ളവർക്ക് കുരിശുണ്ടാക്കുകയാണ്, നമ്മൾ കുരിശുമായിട്ട് ജോലി ചെയ്യുമായിരിക്കും. ഇവിടെ ഇതാ യേശു ഒരു ശാബത ദിവസം എന്ന് പറയുന്ന ഒരു ശനിയാഴ്ച ദിവസം തലേദിവസം രാത്രിയിൽ ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ചാണത് പ്രോഗ്രാം. ശാബത ദിവസം യേശു വെളഭൂമിയിൽ കൂടി പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ ഊരിയെടുത്തുകൊണ്ടേയിരുന്നു. എന്താണ് അതിന്റെ കാരണം? ശാബത ദിവസം എല്ലാവരും സിനഗോഗിൽ പോയി ആരാധിക്കുന്നതാണ് പതിവ്. അന്ന് യാത്രയൊന്നുമില്ല, യാത്ര സിനഗോഗിലേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ യേശുവിന് അന്ന് രാവിലെ വെളഭൂമിയിൽ കൂടെ കുറെ ദൂരസ്ഥലത്തേക്ക് നടന്നു പോകേണ്ടി വന്നു. എന്താ കാരണം? ആത്മാവിനെ അനുസരിച്ച് പോയതൊന്ന് മാത്രമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് തലേ രാത്രിയിൽ പിതാവിനോട് ചോദിച്ചു, പിതാവെ നാളത്തെ കൊയ്ത്തിന് ഭാഗമായിരിക്കുന്ന വയലേതാണ്, അവിടെ പോയി കൊയ്യണം. അപ്പോൾ എവിടെ കൊയ്യാൻ ഭാഗമായി അവിടെ ചെന്ന് കൊയ്തില്ലെങ്കിൽ എല്ലാം കൊഴിഞ്ഞു വീഴും. പിന്നെ പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകും, ചവിട്ടപ്പെടും, നഷ്ടപ്പെടും. കൃത്യസമയത്ത് കൊയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫലങ്ങൾ നമ്മുടെ അറയിൽ വരികയുള്ളൂ. കൃത്യസമയത്ത് നമ്മുടെ ഫലങ്ങൾ എടുക്കാൻ ചെന്നില്ലെങ്കിൽ അത് വേറെ വല്ലതും കൊണ്ടുപോയിരിക്കും. മാങ്ങ പഴുക്കും വരച്ചില്ല എന്നാ വീഴുമോ? താഴെ വീഴുമോ? പക്ഷി കൊത്തിക്കൊണ്ട് പോകുകയും ചെയ്യും, ഇല്ലേ? താഴെ വീണാലും മോശമാണ്, ചതഞ്ഞു പോകും, ചെറിച്ചു പോകും. പക്ഷി കൊത്തിക്കൊണ്ടുപോയാൽ നമുക്ക് കിട്ടുമോ? പക്ഷി കൊത്തുന്നതിന് മുമ്പ്, താഴെ വീഴുന്നതിന് മുമ്പ്, ചീഞ്ഞറിയുന്നതിന് മുമ്പ് പാകമായ ഫലങ്ങൾ ഉടയക്കാൻ എടുത്തിരിക്കണം, കൊടുക്കേണ്ടവർ കൊടുത്തിരിക്കണം. നമ്മൾ അസമയത്ത് അസ്ഥാനത്ത് കിടന്ന് കറങ്ങിയാൽ യഥാസമയത്ത് പോയി ഫലം എടുക്കാൻ ഒക്കെയില്ല. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കൊയ്ത്തിന് ഭാഗമായ വിളഭൂമിയിലെത്താൻ യേശുവിനൊരു വിളഭൂമിയിൽ കൂടി നടന്നു പോകേണ്ടി വന്നു. ആ വിളഭൂമിയിലല്ല കർത്താവിന്റെ കൊയ്ത്ത്, അതുപോലെ അപ്പുറത്താണ്. ഇത് വേറെ ആളുടെ വിളഭൂമിയിൽ കൂടിയാണ് പോകുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ വിളഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവം കരുതിയിരിക്കുന്ന വിളഭൂമിയിൽ എത്തുന്നതിനിടയിൽ വിശപ്പ് വന്നിരിക്കും. അദ്ദേഹം എന്താ ചെയ്യും? അപ്പം എല്ലാവരുടെയും വിളഭൂമിയിൽ നിന്നെല്ലാം കഴിക്കേണ്ടി വരും. വീട്ടിൽ നിന്ന് കഴിക്കാതെ ഇറങ്ങിയാലേ, വീട്ടിൽ നിന്ന് കഴിക്കാതെ ഇറങ്ങിയാൽ വിശപ്പ് വരുമ്പോൾ വിളഭൂമിയിൽ കൂടെ പോകുമ്പോൾ അവിടെയുള്ള വിളവുകൾ ഭക്ഷിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു പഴയ കാലം. അത് കേട്ടിട്ടുള്ളത് മോഷണമല്ല. ലേവ്യ പുസ്തകത്തിൽ എത്രയാണെന്നറിയാമോ? വായിച്ചതിലൂടെ ലേവ്യ പുസ്തകത്തിൽ അങ്ങനെ നിയമമുണ്ട്. പഴയ നിയമകാലത്ത് ആരുടെയും മോഷിക്കരുത് എന്ന് പറഞ്ഞ ദൈവം തന്നെ യാത്രയ്ക്കിടയിൽ വിശപ്പ് വന്നു, അടുത്ത നമ്മുടെ ഒന്നും ആഹാരമില്ല, രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ച് ഇറങ്ങാനും നമ്മുടെ ജീവസന്ധാരണത്തിന് വേണ്ടി ഏത് വിളഭൂമിയിൽ കയറിയും ഏത് ഫലവർഗ്ഗങ്ങളും എടുത്ത് കഴിച്ച് വിശപ്പടക്കാവുന്നൊരു നിയമം. കാരണം ആ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടത് എല്ലാവരുടെയും കൂടി ആവശ്യമല്ലേ? നമ്മൾ മരിക്കുന്നത് വരെ, ദൈവം നമ്മളെ വിളിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് നമ്മുടെയും നമ്മുടെ രാഷ്ട്രത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും ആവശ്യമാണ്. അതെല്ലാവരുടെയും ആവശ്യമാണ്. ആ ജീവൻ നിലനിന്നാൽ മാത്രമേ സമൂഹം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ പിറന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതല്ല, ദൈവത്തിൻ്റെതും രാഷ്ട്രത്തിൻ്റെതുമാണ്. ഇത് കാര്യം നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന ശേഷം രാഷ്ട്രത്തിന്റെ വകയും വീടിന്റെ വകയും നാടിന്റെ വകയും സഭയുടെ വകയുമാണ് നമ്മൾ. ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാകുന്നതുകൊണ്ടാണ്. നമുക്ക് നമ്മളെ വേണ്ടെങ്കിലും ദൈവത്തിന് നമ്മളെ വേണം, സമൂഹത്തിന് നമ്മളെ വേണം. ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ്. ഒരു കുഞ്ഞൊരു അമ്മയുടെ ഗർഭത്തിൽ ജനിച്ചു പോയാൽ അത് അപ്പന്റെ അമ്മയുടെ ആണെന്ന് അവിടെ വിചാരം. പക്ഷേ അല്ല, ആരുടെ തന്നെ ദൈവത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പറയാൻ ആ കുഞ്ഞിനെ കൊല്ലാൻ അത് കൊലപാതകമാണ്. അതിന്റെ ഉത്തരം പറയേണ്ടി വരും.
അതുകൊണ്ട് നമുക്കതിനെ വളർത്താനല്ലാതെ കൊല്ലാൻ അനുവാദമില്ല. ഇക്കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവന്റെ വില, ആ ജീവൻ കൊണ്ട് ദൈവത്തിന് ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തിന്റെ നിയമപ്രകാരം നമ്മുടെ ജീവസന്ധാരണത്തിനിടയിൽ നമ്മൾ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാനോ മറ്റുള്ളവർ കുറ്റം ആരോപിക്കാനോ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെ പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ശാപത്തിൽ ഒരു വിളഭൂമിയിൽ കൂടെ പോയത് ആത്മീയമായ മറ്റൊരു വിളഭൂമിയിൽ എത്താനായിരുന്നു. ആത്മീയമായ വിളഭൂമിയുണ്ട്, ഭൗമികമായ വിളഭൂമിയുണ്ട്. കൃഷി മണ്ഡലത്തിലെ വിളഭൂമിയുണ്ട്, ദേഹിയുടെ മണ്ഡലത്തിലെ വിളഭൂമികളുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആവശ്യത്തിലോട്ട് കടക്കാം. അതിന് ഈ സത്യം വെളിപ്പെടുത്തുന്നതിന് തിന്മ സമ്മതിക്കുന്നില്ല. നല്ലവണ്ണം ഒന്ന് പ്രാർത്ഥിക്കണം. ഈ സത്യം വെളിപ്പെട്ടിട്ട് നമുക്ക് ചില പുതിയ അനുഗ്രഹങ്ങൾ കിട്ടാനുണ്ട്, നമ്മുടെ ചില കേസുകൾ മാറാനുണ്ട്, തിന്മ ഇളകിയിട്ടുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ കുരിശിന്റെ ഞായറാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളിതാ ഈ തിങ്കളാഴ്ച വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ പോകാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയെയും ഞങ്ങളുടെ വിചാരങ്ങളെയും എല്ലാം തിന്മ കടന്ന് ആക്രമിച്ച് അശ്രദ്ധ വരുത്തുന്നത് ഞാൻ സമ്മതിക്കുന്നു. ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നതായ സത്യങ്ങൾ പലതും മറ്റുള്ളവർ കുരിശുണ്ടാക്കുന്നതും അത് വികലമാണെന്നും ഞങ്ങൾക്ക് ദുർമനസാക്ഷി വരുത്തുന്നതും ഒക്കെയാണെന്ന് കേട്ടപ്പോൾ തിന്മ ഇളകിയിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ മിഥ്യാബോധമോ ഞങ്ങളുടെ അർത്ഥസത്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ ഞങ്ങളുടെ ഏതൊക്കെയോ വിചാര ചിന്തകളൊക്കെ അനേകർക്ക് കുരിശുണ്ടാക്കിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. പാപമില്ലാതെ ജനിച്ച് പാപിയെ രക്ഷിച്ച് പാപിയെ വഹിക്കാൻ വന്ന യേശു, പരിശുദ്ധാത്മാവിനനുസരിച്ച് മാത്രം പോയ യേശുവിലാണ് പരിശുദ്ധ കുറ്റം കണ്ടെത്തിയതെങ്കിൽ ജന്മനാ പാപികളായിരിക്കും ഞങ്ങൾ എന്തുമാത്രം കുറ്റം കാണും. ആ യാതൊരു പാപം ചെയ്യാത്ത യേശുവിനെ പാപിയാണെന്ന് പറഞ്ഞ് ഏറ്റവും നിന്ദ്യമായ രീതിയിൽ കുരിശിൽ തറച്ചു കൊന്നുവെങ്കിൽ ഈ ലോകത്തിൽ ഞങ്ങൾ 100% ദൈവാത്മാവിലായാലും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം 100% ശരിയായാലും അത് ചിലർക്കെങ്കിലും തെറ്റാണെന്ന് തോന്നാനും സാധ്യതയുണ്ടെന്നും അവർ ഞങ്ങളെ പീഡിപ്പിക്കുവാനും ദണ്ഡിപ്പിക്കുവാനും പരിഹസിക്കുവാനും സാധ്യതയുണ്ടെന്നും അതൊരു കുരിശാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങൾ മനസാക്ഷി അനുസരിച്ചുള്ള ജീവിതവും ഞാൻ അനുസരിച്ച് പോകാൻ ഞങ്ങളുടെ ശുശ്രൂഷകളും അത് ദൈവമേ നിനക്ക് പ്രസാദകരമായിരുന്നെങ്കിലും അത് അനേകർക്ക് അരോചകവും അനേകർക്ക് അസൂയുണ്ടാക്കുന്നതുമായതുകൊണ്ട് അവർ ഞങ്ങൾ കുരിശുണ്ടാക്കിയെന്ന് സമ്മതിക്കുന്നു. യേശു ഇതിനെല്ലാം സഹിച്ചു വഹിച്ച് കിരീടം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽ പിതാവിന്റെ സന്നിധിയിൽ ഇന്നും ശത്രുവിനെ പാടുപെടുമാക്കുന്ന യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ നന്ദി പറയാം. കർത്താവ് ഈ സത്യങ്ങൾ ഗ്രഹിക്കുവാനും അത് വിശുദ്ധമായി തന്നെ കൈകാര്യം ചെയ്യുവാനും അത് ഉയർത്തിലെത്തിക്കുവാനും നിങ്ങളെ സഹായിക്കണമേ. ഈ വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ ശക്തികളെ അവിടുന്ന് കൈകാര്യം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വിശുദ്ധാത്മാവിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന സത്യത്തിനകത്ത് 1% പോലും ബോഷ്ടിനോ പിശാചിനോ അശുദ്ധാത്മാവിനോ അവകാശം വരാതെ ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ വലയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സത്യത്തിന്റെ ആത്മാവിൽ സത്യം കൈകാര്യം ചെയ്ത് സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കും, സത്യം ഞങ്ങളെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞ സത്യ ആത്മാവിന്റെയും സത്യവചനത്തിന്റെയും പ്രയോജനങ്ങൾ 100% ആർജിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വീകരിക്കുവാനായിട്ട് തന്നെ. വിശുദ്ധ മർക്കോസ് 2:23 മുതൽ 28 വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കുരിശ് വരുന്ന വഴി, നിയമം പാലിക്കാനുള്ള ബദ്ധപ്പാടിലുണ്ടാകുന്ന കുരിശിന്റെ വഴികൾ. യേശു ഈ ഭൂമിയിൽ പിതാവിന്റെ ഇഷ്ടം 100% നിവർത്തിച്ച ആളാണ്. പിതാവിന്റെ ഇഷ്ടമല്ലാതെ ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ് മുമ്പേ പോലും ഒരു കാര്യം ചെയ്തിട്ടില്ല. കൃത്യസമയത്ത് കാലം തെളിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞ കാര്യം മാത്രമേ യേശു ചെയ്തിട്ടുള്ളൂ. ആ യേശു മരിച്ചു, എല്ലാം നിവർത്തിയായി നോക്കി പോവുകയും ചെയ്തു, ഉയർത്തുകയും ചെയ്തു. അങ്ങനെയുള്ള യേശുവിന് പോലും പരീശന്മാരുടെയും സാധുക്യരുടെയും ജഡീകരുടെയും പ്രാകൃതയുടെയും എല്ലാം വിമർശനങ്ങൾക്ക് വിധേയനായി നമ്മുടെ കാര്യം നമ്മൾ അതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റുള്ള വിമർശനങ്ങളെയും തെറ്റിദ്ധാരണകളെയും നമ്മൾ പ്രയോജനപ്പെടുത്തി അതിന്റെ മധ്യത്തിൽ നമ്മൾ ഉത്തമരായി ശോഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ വിഷയം. ഒരു ശാബത ദിവസം, ഒരു ശനിയാഴ്ച ദിവസം യേശുവിന് ഒരു വിളഭൂമിയിൽ കൂടി പോകേണ്ടി വന്നതുകൊണ്ടാണ്. ആ വിളഭൂമിയിൽ കർത്താവിന് ജോലിയൊന്നുമില്ല, അത് ആരുടെയോ വിളഭൂമിയാണ്. പക്ഷെ ആ വിളഭൂമിയുടെ നടുക്കൂടെയാണ് വഴി കിടക്കുന്നത്. നമ്മുടെ വിളഭൂമിയുടെ മധ്യത്തിലൂടെ പല വഴികളുണ്ടാകാം. റബ്ബർത്തോട്ടത്തിന് നടുക്കൂടെ വഴിയില്ലേ, നെൽപ്പാടത്തിന്റെ നടുക്കൂടെ വരമ്പുണ്ട്, അതിലെ പലരും നടന്നു പോയിരിക്കും. അത് വലിയൊക്കെ നടന്നിരിക്കും. എല്ലാവരും സ്വന്തക്കാരൻ മാത്രമല്ലേ നടക്കുന്നത്. വരമ്പേ അവിടെ ആരും നടക്കും. അപ്പൊ അങ്ങനെ നമ്മൾ വല്ലവരുടെയും വരമ്പേ നടക്കേണ്ടി വരുന്നിരുന്നു, വല്ലവരുടെയും വിളഭൂമിയിൽ കൂടി പോകേണ്ടി വരും. അത് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയായിരിക്കാം. പക്ഷെ അവിടെ ഉണ്ടാകുന്ന കുരിശുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ യേശു ഒരു വിളഭൂമിയിൽ കൂടി
തന്റെ അന്നത്തെ വേലസ്ഥലത്തെത്താൻ തീരുമാനിച്ചു. പോകുന്ന വഴി ശിഷ്യന്മാർ കതിരുകൾ ഊരിയെടുത്ത് അത് എന്തുകൊണ്ട് രാവിലെ ആഹാരം പാകം ചെയ്ത് കഴിച്ചേച്ച് അവർ ഇറങ്ങാൻ ഒത്തില്ലെന്നുള്ളതാണ് കാരണം. സാധാരണ നമ്മൾ രാവിലെ എവിടെയും പോകുന്നില്ല കഴിച്ചേച്ചില്ലേ, ആഹാരം തയ്യാറാക്കി കഴിച്ചിട്ട് എവിടെയും യാത്രയ്ക്ക് പോവുള്ളൂ. എന്നാൽ അന്ന് കർത്താവിന് തനിക്കോ തന്റെ ശിഷ്യന്മാർക്കോ ആഹാരം കൊടുത്ത് ഇറങ്ങാൻ ഒത്തില്ല. എന്താ കാരണം? ആഹാരം കഴിച്ചത് എന്നാൽ അന്നത്തെ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. അതുകൊണ്ട് അതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് വളരെ നേരത്തെ പുറപ്പെട്ടാൽ മാത്രം സാധിക്കുന്ന ചില ജോലികളുണ്ട്. ജോലി വിശ്വസതയോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ഉപവാസമായിക്കോട്ടെ, അല്ല ഇപ്പൊ കഴിക്കണ്ട, അന്ന് എന്നിട്ട് കഴിക്കാം, ജോലി സ്ഥലത്ത് എന്നിട്ട് കഴിക്കാം, അവിടെ ദൈവം കരുതിയിട്ടുണ്ടായിരിക്കുന്ന വിശ്വാസത്തിൽ ചിലപ്പോൾ വിശന്ന് പോകേണ്ടി വരും ചില സ്ഥലങ്ങളിൽ, ചില ദിവസം. എന്നും അങ്ങനെ ആകണമെന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് കർത്താവിന്റെ ആ സമചിത്തത കൂടെയുള്ളവർക്ക് ഇല്ല. ശിഷ്യന്മാർക്ക് അത്രയൊന്നും അവർ വളർന്നിട്ടില്ല. കർത്താവ് പറഞ്ഞ അങ്ങ് എന്നിട്ട് കഴിച്ചാൽ മതി, ഇന്നത്തെ വേല കഴിക്കുന്നതാണ് എൻ്റെ ആഹാരം, ഇന്ന് പിതാവ് പറഞ്ഞ വേലയാണ് എൻ്റെ ഇന്നത്തെ ആഹാരം, ആ വേല ചെയ്യുന്ന സ്ഥലത്ത് വല്ല ആഹാരം ഉണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വേല തന്നെ ആഹാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെങ്കിലും ശിഷ്യന്മാർ അത്രയൊന്നും വളരാഞ്ഞുകൊണ്ട് അവർ വിശക്കുന്നുണ്ട്. അവർക്ക് ഈ യേശുവിൻ്റെ കൂടെയുള്ള നടപ്പിൽ വിശപ്പുണ്ടായി, അവർക്ക് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങാൻ ഒത്തില്ല. അപ്പോൾ അവർ യാത്ര ചെയ്യുന്ന വിളഭൂമിയിലെ കതിരുകൾ ഊരിയെടുത്ത് അത് കയ്യിലിട്ട് തിരുമ്മി നടക്കുന്നില്ലേ കഴിച്ചുകൊണ്ടിരുന്നു. എന്താ യാത്രയ്ക്കിടയിൽ വിശപ്പടക്കി. അപ്പൊ അത് കണ്ടു നിൽക്കുന്നവർക്ക് അരോചകമായിട്ട് തോന്നാം, യേശുവിനെ കളിയാക്കാം. പക്ഷെ അവർ ചെയ്തത് നിയമപ്രകാരം തന്നെയാണ്. ലേവ്യ പുസ്തകത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. വിശപ്പ് വരുമ്പോൾ ആരുടെ വേണേലും വിളഭൂമിയിൽ പറയും. പക്ഷെ ഒന്ന് പോക്കറ്റ് ചെയ്താൽ കുഴപ്പം, പോക്കറ്റ് ചെയ്തരുത്, ബാഗിനകത്തും തരരുത്. നമ്മൾ പോകുന്ന വഴി കിട്ടുന്നതായ ആഹാര സാധനങ്ങൾ വിശപ്പടക്കിക്കോണം. എന്നാൽ പറിച്ചുകൊണ്ട് പോയാൽ അതിന്റെ പേരെന്താ? അത് മോഷണമായിരിക്കും. അതാ. അപ്പൊ അതുകൊണ്ട് ആ ഉടയക്കാരനെ നോക്കിയാൽ അവരൊന്നും പറയില്ല, കഴിച്ചുകൊണ്ട് പോകണം പറയും. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന എന്നെ ഇവിടെ ആവശ്യമാണെന്ന് മനസാക്ഷിയുള്ള ആളാണെ പറയും. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ആഹാരം ചിലപ്പോൾ അവർ വിളഭൂമിയിൽ നിന്നെടുത്ത് കഴിക്കേണ്ടി വരും. പക്ഷെ അത് കണ്ടിട്ട് കുറ്റം ആരോപിക്കാനും നമ്മളെ താഴെ വയ്ക്കാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മറ്റേ വശത്തുണ്ടാകാൻ സാധ്യതയുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ ചെയ്തത് വചനപ്രകാരം തന്നെയാണോ? പക്ഷെ പരീശന്മാർ അതിലൊരു കുറ്റം കണ്ടെത്തി. പരീശന്മാർ അവനോട് നോക്കുക, അവർ ശാപത്തിൽ വിഹിതമല്ലാതെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു. അവർക്ക് അതിൽ ഊരിയെടുത്തതല്ല തെറ്റ്, അത് കയ്യിലിട്ട് തിരുമ്മി കഴിച്ചതാ കുഴപ്പം. തിരുമ്മിയത് മെതിയായെന്നാ പറഞ്ഞു. മെതിക്കൽ ഒരു ജോലിയല്ലേ. അവരങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചു. അവർ ആഹാരം കഴിച്ചതല്ല തെറ്റ്, അത് വിളഭൂമിയിൽ നിന്ന് പറിച്ചതും തെറ്റല്ല. പക്ഷെ ഈ പരീശന്മാർക്ക് അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പരീശന്മാർക്ക് യേശുവിനെ കുറ്റക്കാരനാക്കിയിട്ട് ഉരുക്കണം. അതുകൊണ്ട് ഇവർ ചെയ്തതിനകത്തൊരു കുറ്റം കണ്ടുപിടിച്ചതാണ് കതിര് പറിച്ചെടുത്തിട്ട് കയ്യിലിട്ട് തിരുമ്മിട്ടാണ് തിന്നത്. ആ തിരുമ്മല് ചെയ്യുന്ന പണി എന്താ? മെതിക്കലിന്റെ ഒരു ഭാഗമായിട്ട് അതിന് കാണും. അപ്പോൾ വെള്ളിയാഴ്ച മെതിച്ചു വെക്കുന്ന അല്ല കൊയ്തു വെക്കുന്നതായ വിളവ് കൊടുക്കുകയും അടുത്ത ഈ ശനിയാഴ്ച കഴിഞ്ഞിട്ട് മെതിക്കാവുന്നായിരുന്നു നിയമം. ഏതാ? ഒരു ദിവസം അത് വെച്ചേക്കണം, ശാമത് കഴിഞ്ഞിട്ടേ മെതിക്കാവുള്ളതായിരുന്നു നിയമം. ഇവരിതാ ശനിയാഴ്ച തന്നെ മെതി എന്ന് പറഞ്ഞിരിക്കും, കയ്യിലിട്ടാണെന്ന് മാത്രം. ഒരു കതിരാണേലും മെതിച്ചില്ലേ അത് മതി, തെറ്റ് പറയാൻ അത്രയും മതി. അപ്പൊ അങ്ങനെ അവര് ശാമത് ലംഘിക്കുന്നവരാണെന്ന് വരുത്തി വെച്ചിട്ട് ശാമത് ലംഘിക്കുന്ന അവനെ കുശിച്ചേര് എന്ന് പറയാൻ. വേച്ചിനെ കുശിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, ഒരു കുറ്റം വേണ്ടേ? അവർ കണ്ടുപിടിച്ച ഒരു കുറ്റം ഇതാണ്, ശനിയാഴ്ച രാവിലെ അവർ മെതിച്ചു എന്നാണ്. അപ്പൊ അത് എന്തുകൊണ്ട് യേശു ഇവരെയും കൊണ്ട് അങ്ങനെ പോയി? യേശു അതിനെ എതിര് പറഞ്ഞില്ല. അതിന് വേറെ ന്യായമുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. താഴോട്ട് വായിക്കുക. ഇവർ ശാപത്തിൽ വിഹിതമല്ലാതെ ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ ശാപത്തിനോട് ബന്ധിച്ചുള്ളതായ ഒരു നിയമമാണ് അവരെ കുറ്റം ആരോപിക്കാൻ ഉപയോഗിച്ചത്. അപ്പൊ കുറ്റം ആരോപിക്കുന്നതിന് എന്തെങ്കിലും നിയമങ്ങൾ ഉദ്ധരിക്കണം. കോടതിയിലാണെങ്കിലും ആരെങ്കിലും കുറ്റം വിധിക്കുന്നതിന് മുമ്പ് ഇത്ര നമ്പർ നിയമപ്രകാരം ഇത് തെറ്റാണെന്ന് പറയാം. ചുമ്മാ തെറ്റാണെന്ന് പറയാൻ പറ്റിയില്ല. വേദപുസ്തകം അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം വിധിക്കണമെങ്കിൽ ഇന്ന വചനപ്രകാരം തെറ്റെന്ന് പറയാനൊക്കെ ഉള്ളൂ. ഇവിടെ ഇത് ശാപത്തിന് വിഹിതമല്ലാതെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് അവരെ പരിഹസിക്കാൻ നടക്കുമ്പോൾ യേശു അതിനെ അവർക്ക് വേണ്ടി വാദിക്കുകയാണ്. എങ്ങനെയാ പറഞ്ഞത്? ദാവീദും കൂടെയുള്ളവരും വിശന്നു വരഞ്ഞപ്പോൾ ചെയ്തത് എന്താണ്? നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അബ്യാഥാർ പ്രധാന ആചാര്യനായിരുന്ന കാലത്ത് അവൻ ദൈവഭവനത്തിൽ പ്രവേശിക്കുകയും ആചാര്യന്മാർക്കല്ലാതെ ഭക്ഷിക്കുവാൻ അവകാശമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തു. അത് ദൈവം അംഗീകരിച്ചെന്നാണ് പറയുന്നത്.
സാധാരണ ചെയ്യുന്ന കാര്യമല്ല. വിശന്നപ്പോൾ പള്ളി കയറി അവിടെ ഉണ്ടായിരുന്ന അച്ഛനോട് ചോദിച്ച് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ പറ്റുന്ന ഇവരെടുത്ത് കഴിച്ചോളെന്നാണ് പറയുന്നത്. അതും ദൈവന്യായി. അത് വിളഭൂമിയിൽ നിന്ന് കതിര് പറിച്ചുകൊള്ളേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജീവസന്ധാരണത്തിന് വേണ്ടി എമർജൻസിയിൽ പല നിയമങ്ങളും തെറ്റിക്കാൻ നിർബന്ധിതമാകും. ഇപ്പൊ വഴിയിൽ വെച്ചൊരു അപകടം പറ്റി, അപകടം പറ്റി വലതുവശത്താണ് വണ്ടി ഇടിച്ചു കിടക്കുന്നത്. അപ്പൊ പുറകെ വരുന്ന വണ്ടി ഇടതുവശത്തല്ലേ പോകുള്ളൂ. സാധാരണ വണ്ടിയുടെ നിയമം എന്നാ വലതുവശത്തോടെ വണ്ടി കയറി പോകണമെന്നാ. പക്ഷെ ഇടതുവശത്താണ് അല്ലെ വലതുവശത്താണ് വണ്ടി ഇടിച്ചു കിടക്കുന്നത്. അപ്പൊ ഇടതുവശത്തൂടെ പോകണ്ടേ? ട്രാഫിക് നിയമം തെറ്റിക്കണ്ടേ എന്ന് ഉദാഹരണം പറഞ്ഞതാ. ഒരു വഴിയില് വലതുവശത്തൂടെയാണ് ഓവർടേക്ക് ചെയ്ത് പോകേണ്ടത്. പക്ഷെ ആ വലതുവശത്ത് തന്നെയാണ് രണ്ട് വണ്ടിയിൽ ഇടിച്ച് കിടക്കുന്നത്. കഷ്ടിച്ച് മുമ്പോട്ട് പോകാൻ ഇടയുള്ളത് ഇടതുവശത്ത് അകലെയുള്ളെങ്കിൽ അതിലൂടെ വണ്ടി പോകേണ്ടി വരും. അതാ എമർജൻസിയിലാണ് ആ നിയമം തെറ്റിക്കുന്നത് ന്യായമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലെ അത്യാഹിത സാഹചര്യങ്ങളിൽ ജീവസംരക്ഷണത്തിന് വേണ്ടി പലതും വഴിവിട്ട് ചെയ്യേണ്ടി വരും. പലതും നിലനിൽക്കുന്ന പോലെ നിയമങ്ങൾക്ക് എതിരായിട്ട് ചെയ്താൽ ചിലപ്പോൾ ഒരാളെ രക്ഷിക്കാൻ ചിലപ്പോൾ സാധിക്കുള്ളൂ എന്നുള്ള കാര്യവും ഇവിടെ. അങ്ങനെ ആ കാര്യം കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ സഹിക്കുവാനും വഹിക്കുവാനും ദൈവയിഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള അവരോട് ഓർപ്പിക്കുന്നു. പിന്നെ അവൻ പറഞ്ഞു, ഈ ചർച്ചയുടെ ഇടയിൽ കർത്താവ് ഒരു പുതിയ തത്വം പഠിപ്പിക്കുകയാണ്. അവർ ബോധിക്കുന്നില്ല. എന്താ തത്വം? ശാപം ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് മനുഷ്യപുത്രൻ ശാപത്തിന്റെയും കർത്താവാകും. നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ നിയമങ്ങൾക്ക് വേണ്ടിയല്ല. ചിലപ്പോൾ നമ്മളങ്ങനെ തലതിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും ലാസ്റ്റ് ദൈവവും ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ നിയമങ്ങളെ കൊണ്ട് തന്നെ നമ്മളെ വീർപ്പുമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജ്ഞാനമന്ദിരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. സഭാ നിയമം വെച്ചുകൊണ്ടാണ് ഇപ്പം കുറ്റം ആരോപിക്കുന്നത്. സഭാ നിയമം, സഭയുടെ ഈത്തോസ്, സഭയുടെ പാരമ്പര്യം തെറ്റിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആരോപണം. എന്താ തെറ്റിക്കുന്ന പാരമ്പര്യം? എല്ലാ പള്ളിയിലും കുർബാന എപ്പോൾ തീരും? രാവിലെ തീരും. ജ്ഞാനമന്ദിരത്തിലെ കുർബാന എപ്പോഴാണ്? 2, 2:30, 3 തീർന്നുകൊണ്ടിരുന്നത്. ആർക്കാണെങ്കിലും കുറ്റം പറയരുതോ? എല്ലാ പള്ളിയിലും കുർബാന 9:00, 10 തീരുമ്പോൾ ഇങ്ങനെ ഒരു റംബാൻ ഇങ്ങനെ കുർബാന നീട്ടിക്കൊണ്ട് പോവുക, 2:30, 3 മനുഷ്യരെ നിർത്തി വിഷമിപ്പിക്കുക എന്നാണ് സഭാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് പോയത്. പിന്നെ എന്തുകൊണ്ടായി 2:30, 3 നീണ്ടുപോയെന്നുള്ള കാര്യം ആരും പറയാറില്ല. എന്താ കാര്യം? തുടങ്ങുന്നത് തന്നെ 10 മണിക്കല്ലേ. കാര്യം എന്നാ? അടുത്ത പള്ളിയിലെ കുർബാനയുമായിട്ടൊരു ക്ലാസ് വരാൻ പാടില്ല. അതൊന്നാം സർവീസായിട്ട് നടക്കട്ടെ. രാവിലത്തെ ആ കുർബാന അവിടെ തീർന്നു കഴിയുമ്പോൾ അടുത്ത കുർബാന അവിടെ തുടങ്ങിയാൽ 2 സമയത്തുള്ളവർക്ക് സൗകര്യപ്രദമായ ആരാധന സംബന്ധിക്കരുതോ? അതൊരു പ്രയോജനമാണോ? അത് ആ പള്ളിയെയും ഇതിനെയും എല്ലാം കരുതുന്ന ആ വിശാല മനസ്സിൽ നിന്നാണ് 2 ടൈമിലാക്കിയത്. അതാരും അറിയുന്നില്ല. നേരം വെളുത്തിട്ട് 3 ഉച്ച കഴിയുമ്പോൾ വരെ കുർബാന ഇല്ലെന്നാണ് അവരുടെ കാരണം. അങ്ങനെയാണെങ്കിൽ ശരിയല്ല. ജനദ്രോഹി, സഭാദ്രോഹി എന്നാണ് അതിൻ്റെ പേര്. എന്താ കാര്യം? ഉച്ച കഴിഞ്ഞ് 3 4 കുർബാന ഇല്ലെന്നാണ്. എന്താണ് കാരണം? രാവിലെ വരുന്ന 600 പേർക്ക് കുമ്പസാരിക്കണമെങ്കിൽ എന്താ ചെയ്യും? വചനം കേട്ട് കഴിയുമ്പോൾ കുറ്റബോധം വരിക. അവർക്കെല്ലാം കുമ്പസാരിക്കണം, അവർക്കെല്ലാം ഒന്ന് സംസാരിക്കണം, അവർക്ക് ചില പ്രശ്നങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് കുർബാന അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ കുർബാന കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കുർബാന തീർത്തിട്ട് ഇവിടെ എല്ലാം കുമ്പസാരം കേൾക്കാനിരുന്നാൽ കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ചിരിക്കണമെങ്കിൽ എപ്പോഴാണ് കുർബാന കൊടുക്കാനെത്തുന്നത്? അപ്പോൾ ഒരു ഇടവ പള്ളിയും ഒരു ധ്യാനം വന്നിട്ടുള്ള വ്യത്യാസമായി പറഞ്ഞത്. ഇടവ പള്ളി കൃത്യസമയത്ത് തുടങ്ങാൻ കൃത്യസമയത്ത് തീർക്കാം. 5 or 10 മിനിറ്റ് ഒരു പ്രസംഗം തീർത്താൽ അച്ഛൻ റെഡി, അച്ഛൻ ശമ്പളം കിട്ടും, കുഴപ്പമില്ല. അതിൽ കൂടുതൽ വാച്ച് നോക്കി അച്ഛനെ വിമർശിക്കാൻ അച്ഛൻ്റെ അടുത്ത് ട്രാൻസ്ഫർ ചെയ്തെന്നിരിക്കും. കൃത്യ ടൈമിൽ തുടങ്ങണം പോകണത്. പള്ളി അങ്ങനെ പറ്റുള്ള ഒരു പള്ളിയും ഒരു ഞായറാഴ്ചയും ഒത്തിരി കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താലേ പള്ളി കൊടുക്കുകയുള്ളൂ. പക്ഷെ എല്ലാ കാര്യവും പള്ളി വെച്ച് നടത്താൻ ഒക്കാത്തതുകൊണ്ടാണ് ജ്ഞാനമന്ദിരങ്ങൾ ഉണ്ടായത്, പുതിയ സഭ ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ ചിട്ടയനുസരിച്ച് പോയിട്ട് ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നില്ല, അവിടെ എല്ലാ പ്രശ്നവും പരിഹരിക്കാനൊക്കുന്നില്ല. അതുകൊണ്ട് പുതിയ പ്രാർത്ഥനാ യോഗങ്ങളും പുതിയ സഭകളും പുതിയ പ്രസ്ഥാനങ്ങളും ഒക്കെ വന്നത് ഈ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും പ്രയോജനമില്ലാത്തതുകൊണ്ടാണ്. വീട്ടിൽ ചെവ്വ കഞ്ഞിവൈ ഇല്ലാത്തതുകൊണ്ട് അയൽക്കത്ത് തണ്ടാൻ പോകുന്നത് അല്ലേ? പിള്ളേരെ വീട്ടിൽ ചെവ്വ കഞ്ഞിവൈ ഇല്ലെങ്കിൽ പിള്ളേരെ അയൽക്കത്ത് തണ്ടാൻ പോയതിരിക്കും എന്ന് പറഞ്ഞ പോലെ സഭയിലെ നിയമങ്ങളും ചട്ടങ്ങളും സംവിധാനങ്ങളും ജനങ്ങൾക്ക് ശരിക്കും ആശ്വാസവും സ്വസ്ഥതയും പ്രയോജനം വരുത്തുന്ന ഒരു സംവിധാനം ഇല്ലാതെ വന്നാൽ അത് കിട്ടുന്നത് പോയെന്നിരിക്കും. അത് പോവാതിരിക്കണമെങ്കിൽ എല്ലാ സംവിധാനവും ഇവിടെ. അതുകൊണ്ടാണ് കഴിഞ്ഞ പാവാതിരുമേനി പ്രത്യേകിച്ച് നിയോഗിച്ചതാണ്. ഈ ഇടവപ്പള്ളികൾക്കും സഭാകേന്ദ്രങ്ങൾക്കും ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നോക്കാൻ കഴിയുന്നില്ല. അതുപോലെയുള്ള ചട്ടക്കൂട്ടിലായിപ്പോയി. ധ്യാനമന്ദിരത്തിനെങ്കിലും സ്വാതന്ത്ര്യം ഇരിക്കട്ടെ, വരുന്നവരെ ആശ്വസിപ്പിക്കുക, അവിടെ സങ്കടം കേൾക്ക്,
അവർക്ക് വേണ്ടി ആ വേല ചെയ്യണമെന്ന് പറഞ്ഞതനുസരിച്ചാണ് ചെയ്തതെങ്കിലും ആളിന്റെ കാലം കഴിഞ്ഞപ്പോൾ അടുത്ത ആള് അത് മനസ്സിലാകാത്ത ആളായി. യോസേഫിനെ അറിയാത്ത ഫറവോൻ വന്നപ്പോഴാണ് അത് അടിമത്തം ഉണ്ടായത്. യോസേഫിനെ അറിയാത്ത ഫറവോന്മാർ വന്നപ്പോഴാണ് ഇസ്രായേൽക്കാർക്ക് അടിമത്തം ഉണ്ടായത്. യോസേഫിനെ അറിഞ്ഞ കാലത്ത് യോസേഫ് അവിടെ എല്ലാവരെയും സൂക്ഷ്മമായി സംരക്ഷിക്കും. ഇങ്ങനെ ഒരു കാലങ്ങൾ കൊണ്ട് യോസേഫ് സ്ഥാപനങ്ങൾ കൊണ്ട് യോസേഫിനെ അറിയാത്ത ഫറവന്മാർ പള്ളിയിലും ഉണ്ടാകാം, വീട്ടിലും വരാം, എവിടെയും വരാം. അപ്പോഴാണ് പ്രതിബന്ധം ഉണ്ടാകുന്നത്, അടിമത്വവും പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊരു കുരിശാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഈ കുരിശ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. തെറ്റുധാരണയുടെയും മിഥ്യാബോധങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ നന്മ ചെയ്താലും തിന്മയായിട്ട് തിരിച്ചിരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇടർച്ച വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ 9:30 തുടങ്ങി 12 മണിക്ക് കുർബാന തീർത്ത് കൊടുക്കുന്നു. ആർക്കും ഇടർച്ച വേണ്ട. കൗൺസിലിംഗ് വേണമെങ്കിൽ നിങ്ങളെ പരിമല പോകും, കുഴപ്പമുണ്ടോ? അങ്ങനെ തെറ്റിദ്ധാരണ മാറ്റി ഇടർച്ചകൾ മാറ്റി അടങ്ങി ഒതുങ്ങിയിരുന്നാലേ ചിലപ്പോൾ ചില കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ ഇടർച്ച ഒഴിവാക്കാൻ ഇങ്ങോട്ട് പോകുന്നില്ലേ? ഇവിടെ ഇരുന്നുണ്ടോ? ഇവിടെ ഇരിക്കപ്പെടുകയില്ല. അപ്പൊ നമ്മൾ എവിടെ പോയാലും ഈ കുരിശ് നമ്മുടെ പുറകെ വരും. കുരിശുണ്ടാക്കുന്നവരെ കൊണ്ട കെട്ടി കഴിച്ച് വെച്ച് തരും. ഞാൻ പറഞ്ഞു അത് എവിടെ പോയാലും ഈ കുരിശ് നമ്മുടെ പുറകെ വരും. പക്ഷെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച് നമ്മുടെ കീടം പ്രാപിപ്പാൻ തയ്യാറാകണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ യേശു ഒരു ശാപത്തിൽ തന്റെ ശിഷ്യന്മാരെയും കൊണ്ട് പോയപ്പോൾ അതിൽ ഒരു ഇടത്തെ കൊയ്ത്തുമതി നടത്തിയെന്ന് പറഞ്ഞാണ് ആരോപണം. കേൾക്കുന്നവരെങ്ങനെയായിരിക്കും യേശുവിനെ കുറിച്ചിക്കണ്ടേ? ആരോപണം ഇതാ, യേശു ശിഷ്യന്മാരുടെ വല്ലവരുടെയും പറമ്പിൽ കയറി കൊയ്ത്തും മെതിയും നടത്തി. കേട്ടാ ശരിയല്ലേ? തെറ്റല്ലേ? ഇവിടെ എന്തായി കൊയ്ത്തും മെതിയെന്ന് പറയാൻ അന്വേഷിക്കുമ്പോഴല്ലേ അതിന് ന്യായമാണെന്ന് പറയാൻ പിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ അറ്റവും മുറിയും മാത്രം പറഞ്ഞ് ഊതി വീർപ്പിച്ച് നമ്മുടെ ചെയ്തികളെ തെറ്റാക്കാൻ കഴിയുന്ന ഒരു ലോകം ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, നമ്മുടെ അനുദിന ജീവിതത്തിൽ സത്യങ്ങളെ കുറിച്ചുള്ളതായ ധാരണ വികലമാകാം. അത് പറയുന്നതിൽ വൈകല്യം വരാം, അത് പ്രയോഗിക്കുന്നതിൽ വൈകല്യം വരാം. അതെല്ലാം മനുഷ്യന്റെ പരിജ്ഞാനക്കുറവുകൊണ്ടും പക്വതക്കുറവുകൊണ്ടും ദൈവ ഇഷ്ടം തിരിച്ചറിയാനുള്ള ആ വിവേക കുറവുകൊണ്ടും ആകാമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ആഴ്ച പഠിച്ച ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ച് ഇപ്പോൾ പറയുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 1-നും 13-നും ഇടയിൽ അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ ആര് വിശ്വസിച്ചേൽപ്പിക്കും? അപ്പൊ നമുക്ക് സത്യമായ അറിവും സത്യമായ ദാനങ്ങളും ലഭിക്കുന്നതിന് മുമ്പ് അനീതിയുള്ളതും അശുദ്ധവുമായ അറിവുകളും ദാനങ്ങളും നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം. ഈ ലോകത്തിൽ ഉള്ളതെല്ലാം അനീതിയുള്ളതും അശുദ്ധിയുള്ളതും അശുദ്ധാത്മാക്കൾക്ക് അവകാശമുള്ളതുമായ കാര്യങ്ങളെ നമുക്ക് ആദ്യം കിട്ടുകയുള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ ജന്മം തന്നെ പാപത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് പരിശുദ്ധനായിട്ട് പറഞ്ഞു വീഴാൻ ഒക്കില്ല. യേശുവിന് മാത്രമേ പരിശുദ്ധനായി ജനിക്കാൻ കഴിഞ്ഞുള്ളൂ. യേശുവിന് മാത്രമേ പാപമില്ലാതെ ജനിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള സകലരും പാപത്തിലാണ് ജനിക്കുന്നത്. നമ്മുടെ ഒന്നാം ജനനം അശുദ്ധിയും പാപവും ബലഹീനതയും ഒക്കെ ഉള്ളതാണ്. അതിന്റെ കുറവ് പരിഹരിക്കാനാണ് രണ്ടാമതോടെ ജനിക്കണമെന്ന് പറയുന്നത്, രണ്ടാം ജനനം. അപ്പോൾ ഒന്നാം ജനനത്തിന്റെ ഗതി പരിഹരിക്കാനാണ് രണ്ടാം ജനനം വെച്ചിരിക്കുന്നത്. രണ്ടാം ജനനമാകുന്ന സ്നാനത്തിന്റെ അനുഭവം 100% എത്തുമ്പോഴാണ് നമ്മൾ ആത്മാവിന്റെ ഫലങ്ങൾ വിളയിക്കുന്നവരായി തീരുന്നത് എന്ന കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ജനനം പോലും അനീതിയുള്ളതും അശുദ്ധിയുള്ളതുമാണ്. നമുക്ക് കിട്ടുന്ന പണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണെങ്കിലും ശമ്പളമാണെങ്കിലും ആരും കൊണ്ട് തന്നാൽ അതിൻ്റെ കൂടെ ഒരു അശുദ്ധിയുണ്ട്. അതും പ്രാർത്ഥിച്ച് ശുദ്ധീകരിച്ചെടുക്കാവും. ഈ ലോകത്തിലെ സകല സമ്പത്തിലും അവകാശമുള്ള തിന്മയുണ്ട്. അതിനെ പ്രാർത്ഥിച്ച് അരിച്ചു പെറുക്കി ശുദ്ധീകരിച്ചെങ്കിലേ നമുക്ക് വിശുദ്ധാത്മാവിൽ വളരാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ആ തിന്മ നമ്മൾ കൂടിയേറും. നമ്മൾ എടുക്കുന്നതും നമുക്ക് കിട്ടുന്നതുമായ വസ്തുക്കൾ പ്രാർത്ഥിച്ചിട്ടേ ഉപയോഗിക്കാവൂ. ആഹാരമായാലും വസ്തുക്കളായാലും സമ്മാനമായാലും എന്തും പ്രാർത്ഥിച്ച് സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കയറുന്ന തിന്മയുണ്ട്. സമ്മാനം തരുന്നതും ഭാവിക്കുന്ന സൂക്ഷിച്ചു വേണം. എങ്ങനെ വേണം? കർത്താവിനെ കൊണ്ട് കൊടുക്കണം. അവരറിഞ്ഞതോ അറിയാത്തതുമായ തിന്മയുടെ ശക്തികൾ അതിൻ്റെ കൂടെ നമ്മളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ വരുന്ന ഇമെയിൽ എല്ലാം നല്ലതായിരിക്കണമെന്നുണ്ടോ? വൈറസിന്റെ പ്രോഗ്രാം വരാൻ സാധ്യതയുണ്ട്. അറിഞ്ഞോ അറിയാതെ അതെല്ലാം ചെക്ക് ചെയ്ത് മാത്രമേ അല്ലെ കമ്പ്യൂട്ടർ നശിച്ചു പോകും. അപ്പൊ നമ്മൾ കേൾക്കുന്ന കാര്യം, നമുക്ക് കിട്ടുന്ന ദാനങ്ങൾ, നമ്മുടെ സന്ദർശനങ്ങൾ, നമ്മളെ സന്ദർശിക്കാൻ വരുന്നവർ അവരറിഞ്ഞോ അറിയാതെയോ നമ്മളെ അശുദ്ധമാക്കാനോ നമ്മളെ തകർക്കാനോ സാധ്യതയുള്ള രോഗാണുക്കളെയും കൊണ്ടായിരിക്കാം വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപകടകരമായ ഒരു രോഗമാണ് തന്നെ അതിന്റെ പേര്. മഞ്ഞപ്പിത്തമുണ്ട്, പിന്നെ പന്നിപ്പനിയുണ്ട്, വേറെ ഉണ്ട്, എയ്ഡ്സ്. ഇതൊക്കെ ഈ രോഗികൾ അറിയാതെ തന്നെ മറ്റുള്ളവരിലേക്ക് പകർത്തും. രോഗി ഈ രോഗാണുക്കളെ കൊണ്ട് നടക്കും. അവരറിയാതെ അവരിൽ നിന്ന് അവരോട് സഹകരിക്കുന്നവരിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കും. അത് അവരറിയണമെന്നില്ല.
അറിഞ്ഞുകൊണ്ട് കാണണമെന്നില്ല. അപ്പോൾ നമ്മുടെ സഹകരണങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ വർത്തമാനങ്ങൾ, ആഹാരപാനീയങ്ങൾ അത് രോഗാണുക്കളെ വഹിക്കുന്ന സാഹചര്യങ്ങളാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അറിയാതെ രോഗിയായിരുന്നിരിക്കും. ഒരു പുരോഹിതന് എയ്ഡ്സ് രോഗം ബാധിച്ചാൽ ഞങ്ങൾ എന്നാ പറയുന്നത്? പുള്ളിതായ കാഞ്ചിലാന്ന് പറയുന്നത്. പക്ഷേ എയ്ഡ്സ് രോഗി കുർബാന കൊടുത്തുകൊണ്ടും ഒരു പുരോഹിതന് എയ്ഡ്സ് രോഗം വരാം. എന്താ കാരണം? ഉമിനീരിൽ നിന്നത് പകരുന്നത്. എയ്ഡ്സ് രോഗിക്ക് കുർബാന കൊടുത്തു, കയ്യോ സ്പൂണോ ഒരു വായിൽ മുട്ടി, അതുകൊണ്ട് അടുത്തയാളിന് ആ സ്പൂൺ ഉപയോഗിച്ചാണ് അച്ഛനും കുർബാന ഉപയോഗിക്കുന്നത്. അച്ഛന് വേണമെങ്കിൽ രോഗിയാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഉദാഹരണം പറയുക. പക്ഷേ ജനങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന അച്ഛൻ ഇങ്ങനെ എഴുത്ത് പിടിച്ച് കിടക്കുക, എങ്ങാണ്ട് ഉള്ളതാരിക്ക് പോവുക എന്ന് പറയില്ലേ? ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ വേണം പറയാം. ഇപ്പൊ ഈ വരുന്ന വഴികൾ പൊതുജനങ്ങളുമായി സമ്പർക്കത്തിലിരിക്കുന്നവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളും നമ്മുടെ ഇടപെടലുകളും രോഗാണുക്കളെ ട്രാൻസ്ഫർ ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കിട്ടുന്നതായ അറിവുകൾ തന്നെയും ശരിക്ക് ശുദ്ധീകരിച്ചെടുത്തില്ലെങ്കിൽ നമ്മളെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്നു. സ്വന്തമല്ലാത്തത് നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ സ്വന്തമായി നിങ്ങൾക്ക് ആര് തരും? അപ്പോൾ സ്വന്തമല്ലാത്തതിലൂടെ നമ്മൾ പോകേണ്ടി വരും. സ്വന്തമല്ലാത്തവരെ കൈകാര്യം ചെയ്യേണ്ടി വരും. അവരെ സ്വന്തക്കാരുടെ തിരിച്ചേൽപ്പിച്ചില്ലായെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിട്ട് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മള് സ്വന്തമല്ലാത്ത വിളഭൂമിയിൽ കൂടി എവിടെയെല്ലാം പോയിട്ടുണ്ട്. സ്വന്തമല്ലാത്ത എത്രയോ പേരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരെ എവിടെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ആ വിശ്വസ്തതയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് സ്വന്തമായത് വന്നു ചേരുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പാഠമാണ്. യോസേഫ് തൻ്റേതല്ലാത്തൊരു വീട്ടിൽ താമസിക്കേണ്ടി വന്നു. പോത്തിഫറിന്റെ വീട്ടിൽ അടിമയായി, ജോലിക്കാരനായി, കാര്യസ്ഥനായിട്ടൊക്കെ പല വേലകൾ താൻ ചെയ്തു. താൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ആ വീടിന്റെ മുഴുവൻ ചുമതല തനിക്ക് കിട്ടി. പക്ഷെങ്കിൽ ആ പോത്തിഫറിന്റെ ഭാര്യ ഇയാളുടെ വകയല്ലെന്നുള്ള അയാൾക്കറിയാമായിരുന്നു. അവൾക്കത് ഒരു പക്ഷേ വിദ്യാബോധം കൊണ്ട് അല്ലെങ്കിൽ വിദ്യാബോധ താങ്ങിയുടെ ആക്രമണം കൊണ്ട് ആ വിദ്യാബോധത്തിൽ ഭർത്താവിനുള്ളത് എടുത്ത് വേലക്കാരന് കൊടുത്തപ്പോൾ വേലക്കാരന് ബോധമുണ്ടായിരുന്നു. വേലക്കാരൻ പറഞ്ഞു, ഇതല്ല എനിക്കുള്ളതല്ല, ഇത് ഭർത്താവിന്റെ വകയാണ്, അതിനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. വാദിപ്രതിയായെങ്കിലും അവൻ അതിനെയും പ്രയോജനപ്പെടുത്തി ആ പുരുഷനെയും കിരീടമാക്കി ഉയർപ്പാക്കി നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ നമ്മൾ വിദ്യാബോധം കൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ നമ്മുടെ അടുത്ത് വന്നെന്നിരിക്കും, നമ്മുടെ കിട്ടിയെന്നിരിക്കും. അതോടെ കാരനെ ഏൽപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത് കഴിഞ്ഞേ നമുക്കുള്ളത് കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ പഠിപ്പിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഏറ്റവും വലിയൊരു വിഷയം അതാണ്. ആ പോത്തിഫറിന്റെ വീട്ടിൽ വിശ്വസ്തനായിരുന്നുകൊണ്ടാണ് ഈ യോസേഫിന് ഭക്ഷ്യമന്ത്രിയായതിനു ശേഷം രാജാവ് തന്നെ ഒരു പുരോഹിതന്റെ മകളെ ഭാര്യയായിട്ട് സ്വന്തമായിട്ട് കൊടുത്തു. മിടുമിടുക്ക് 2 പിള്ളേരെയും കിട്ടി. ആ രാജ്യത്ത് എല്ലായിടത്തും യാത്ര ചെയ്തു. അപ്പോൾ വീട്ടിൽ സെക്യൂരിറ്റിയും കൂടെ കൊടുത്തു. ഭാര്യയെ നോക്കാൻ ആരാ? മാലാഖമാരുടെ കൂടാതെ കത്താളക്കാരുണ്ട്. രാജാവിന്റെ മന്ത്രിമാർ വീട്ടിൽ സെക്യൂരിറ്റിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം തന്നാൽ അതിലൂടെ സെക്യൂരിറ്റിയോടെ കാണുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഗൾഫിലോ അമേരിക്കയിലോ വിദേശത്ത് യാത്ര ചെയ്യുന്ന ഭാര്യാഭർത്താക്കന്മാർ സ്വസ്ഥമായിരിക്കണമെങ്കിൽ എന്താ വേണം? ദൈവം തന്നതാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ പോകാവൂ. ഭാര്യയും ഭർത്താവും വീടും സമ്പത്തും ദൈവം തന്നതാണെന്ന് ഉറപ്പുവരുത്തിയാൽ പേടിക്കണ്ട. ആ തന്നവൻ അതിന് സെക്യൂരിറ്റിയെ കൂടെ തന്നിരിക്കും. ഒന്ന് നോക്കിക്കോളൂ, സുഖമായിട്ട് ഇറങ്ങാൻ സാധിക്കും. അത് ഉറക്കം കഴിവുന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ പഠിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ സത്യമല്ലെങ്കിൽ, അറിഞ്ഞ കാര്യങ്ങൾ തന്നെ സത്യമല്ലെങ്കിൽ, ആ സത്യങ്ങൾ തന്നെ വിശുദ്ധമല്ലെങ്കിൽ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് 1 ദിനവൃത്താന്തം 10 അധ്യായം ഒരു ഹോംവർക്കായിട്ട് തരികയാണ്. 1 ദിനവൃത്താന്തം 10 അധ്യായം 14 വാക്യം മാത്രമേ ഉള്ളൂ. അതിൽ ഒരു വാക്യം മാത്രം ആദ്യം വായിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ ഒരു രാജാവിന്റെ ജീവിതത്തിൽ താനും തന്റെ മക്കൾ ഒറ്റ ദിവസം മരിക്കുകയാണ്. ശൗലിന്റെയും പുത്രന്മാരുടെയും ദാരുണമായ അന്ത്യമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 14 വാക്യത്തിലാണ് അതിന്റെ കൺക്ലൂഷൻ. 1 ദിനവൃത്താന്തം 10 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കാതിരുന്നത് കൊണ്ട് അവനെ കൊന്നു, രാജത്വം ഇശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. 6 വാക്യത്തിൽ ഇങ്ങനെ ശൗലും അവന്റെ 3 പുത്രന്മാരും അവന്റെ ഭവനമൊക്കെയും ഒരുമിച്ച് മരിച്ചു. എന്താ കാരണം? അതിനെ സ്വർഗകോടതിയുടെ വിധിന്യായം പറയുന്നുണ്ട്. എവിടെയാണ് ആ വിധിന്യായം എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? 14 വാക്യത്തിൽ ചുരുക്കിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവമാണ് അവനെ കൊന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൊല്ലാൻ ഉപയോഗിച്ചത് മറ്റു ചില വ്യക്തികളെയാണ്. എവിടെയാണ് ആ വാക്യം നിങ്ങൾ കണ്ടോ?
13-ാം വാക്യത്തിൽ ഇങ്ങനെ യഹോവയ്ക്കെതിരായുള്ളതിന്റെ അവിശ്വസ്തത കൊണ്ടും യഹോവയുടെ വചനം അനുസരിക്കാതിരുന്നത് കൊണ്ടും വെളിച്ചപ്പാടത്തിയോട് അല്ലപ്പാട് ചോദിച്ചതുകൊണ്ടും ശൗൽ മരിച്ചു. എന്തൊക്കെയാ വിധിന്യായം? സ്വർഗകോടതിയുടെ വിധി അനുസരിച്ചാണ് ശൗലും 3 പുത്രന്മാർ ഒരു ദിവസം മരിച്ചത്. ഇങ്ങനെ യഹോവയ്ക്ക് എതിരായുള്ള തന്റെ അവിശ്വസ്തത, ഒന്ന് യഹോവയുടെ വചനം അനുസരിക്കാതിരുന്നതുകൊണ്ട് വെളിച്ചപ്പാട് ചോദിച്ചതുകൊണ്ട് മരിച്ചു. ഈ വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് പോയ കാര്യം ഇതിന് പുറയിലുണ്ട്. സാധാരണ ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നത്. അതിന് മന്ത്രവാദി എടുത്ത് പോയതാണ്. ഇവരെ നോക്കില്ലേ, പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും പരിപാടിക്ക് പോയിട്ടും ഒരു അങ്ങനെ ഒരു മന്ത്രവാദിയെ കണ്ടുകളയാ, അവർ പെട്ടെന്ന് വരും പറയും. അങ്ങനെ എത്രയോ പേര് വഞ്ചിക്കപ്പെടും. അപ്പൊ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. ദൈവം കാര്യം അറിയിച്ചെങ്കിലേ നമുക്കതിന് പ്രയോജനമുള്ളൂ. വെളിച്ചപ്പാടത്തിയോട് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞ് സത്യമാ, നീ തകരാൻ പോവുക, നീ പോക അല്ല. ശമൂവേൽ പ്രവാചകൻ നിന്നെക്കുറിച്ച് ദുഃഖിക്കുന്നു. വെളിച്ചപ്പാടത്തിൽ കണ്ടത് ആരെയാ? ശമൂവേൽ പ്രവാചകനെ കാണുന്നു. ശമൂവേൽ പ്രവാചകൻ എഴുന്നേറ്റ് വന്നാണ് പ്രവചനം പറയുന്നത്. പക്ഷെങ്കിൽ ശമൂവേൽ പ്രവാചകന്റെ വേഷത്തിൽ സംസാരിച്ചത് ആരാ? വെളിച്ചപ്പാടത്തിയാ. അപ്പൊ ആദ്യം ശമൂവേലാണ് ഇയാളെ അഭിഷിക്തനാക്കിയത്. അയാളുടെ കാലം കഴിഞ്ഞു. ദൈവം അറിയാൻ വേണ്ടി വെളിച്ചപ്പാടത്തി അനുസരിച്ച് പോയപ്പോൾ വെളിച്ചപ്പാടത്തി അനുസരിച്ച് വെളിപ്പെടുന്നത് മരിച്ചുപോയ ശമൂവേൽ വരുന്നതായിട്ടാണ്. പറഞ്ഞതൊക്കെ സത്യവാ, കണ്ടതാരെയാ? പക്ഷേ അത് കേസായെന്നാ പറയുന്നത്. അങ്ങനെ ഈ ദുരാത്മാക്കൾക്ക് ആരുടെ വേഷം കെട്ടാൻ സാധിക്കും? അതറിഞ്ഞിരിക്കണം. നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പലരുടെയും വേഷത്തിൽ അവർ സംസാരിച്ചിരിക്കും, ശബ്ദത്തിൽ സംസാരിച്ചിരിക്കും. അത് പറഞ്ഞിരിക്കണം. മരിച്ചുപോയ അവരുടെ അതേ ശബ്ദത്തിൽ ഭൂതം സംസാരിക്കും. കേട്ടാ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മുടെ വീട്ടിലെ രഹസ്യങ്ങളൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ അന്വേഷിക്കാൻ പോയാൽ അത് ദൈവത്തിന്റെ പ്രമാണത്തിനെതിരാണെന്നും അവർ പറയുന്ന സത്യം പോലും നമ്മളെ അശുദ്ധമാക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ കാര്യമാണ് ലേവ്യ 19:31 പറഞ്ഞിരിക്കുന്നത്. ലേവ്യ 19:31 വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളെയും അടുക്കൽ പോയാൽ അവർ ചില സത്യങ്ങളൊക്കെ പറയും. പക്ഷെ ആ സത്യം കേട്ടാൽ അശുദ്ധമായി തീരും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ലേവ്യ എത്രയാ? 19:31. അപ്പൊ സത്യം മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ദൈവത്തെ മെനക്കെടുത്തണമെന്നില്ല. വിചാരിച്ച് ചോദിച്ചാൽ അവൻ സത്യങ്ങളൊക്കെ അവൻ സ്വർഗത്തിലെ പൈവരിച്ച ചെറുതായിരുന്നേ, അവിടുത്തെ കാര്യമൊക്കെ അവൻ അറിയാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ അശുദ്ധരാകുന്നേ ഉള്ളൂ. 31-ാം വാക്യത്തിൽ വെളിപ്പാട് 19:31 വെളിച്ചപ്പാടുകളുടെയും മന്ത്രവാദികളുടെ അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും വരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അപ്പോൾ വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെ അടുത്ത് പോയാൽ അവർ പറയുന്ന സത്യങ്ങൾ നമ്മളെ അശുദ്ധമാക്കുകയും ചെയ്യും, അതിന് ശിക്ഷ വരികയും ചെയ്യുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി 16:16 ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16 ഒരു വെളിച്ചപ്പാടത്തി പൗലോസിനെ കുറിച്ചും തന്റെ കൂടെയുള്ളവരെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു. പക്ഷെങ്കിൽ അതൊരു ഭൂതമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിയോഗപ്രകാരം ഭൂതത്തെ അവിടുന്ന് ഇറക്കി വിട്ടപ്പോൾ അവിടെ വെളിച്ചപ്പാടിന്റെ ശക്തി നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ പൗലോസിനെ തല്ലിക്കൊല്ലാനായിട്ട് യൂണിയൻ കൂടി. ഇവരുടെ വെളിച്ചപ്പാടിന്റെ പ്രവചനങ്ങൾ കേട്ട് ലാഭം കിട്ടിക്കൊണ്ടിരുന്നവരെല്ലാം കൂടെ യൂണിയൻ കൂടി പൗലോസിനെ തല്ലി തകർത്തു. കൊല്ലുന്ന ശബ്ദം വിചാരിച്ചപ്പെട്ടേച്ച് പോയി, പിന്നെ എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ ഇങ്ങനെ ഈ ലാഭകരമായി പ്രവചിക്കാൻ കഴിവുള്ള ഭൂതങ്ങളുണ്ട്. വ്യാപാരികൾ പലരും ഇവരുടെ കയ്യിൽ കൂടിയാണ് വ്യാപാരം നടത്തുന്നത്. ലാഭം കിട്ടിയാൽ മതിയെങ്കിൽ അതിന് സഹായിക്കുന്ന ഇങ്ങനെയുള്ള ലക്ഷം പറയുന്നവരുണ്ടെന്നുള്ളതും സത്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കിട്ടുന്ന അറിവുകൾ സത്യമായാൽ മാത്രം പോരാതെ സത്യാത്മാവ് തരുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ പ്രസംഗം നിർത്തി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഈ പ്രസംഗത്തിനിടയിൽ ഒരു അശുദ്ധാത്മാക്കളും കൂട്ടുകൂടി നിങ്ങൾക്ക് ദോഷം വരാൻ പാടില്ല. നിങ്ങൾ സത്യം തന്നെ അറിയണം, അത് സത്യാത്മാവ് തന്നെ തരണം. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുന്നത്. നിങ്ങളിവിടെ ഏതെങ്കിലും കാര്യം അറിയാൻ വന്നിട്ട് അതൊരു വെളിച്ചപ്പാടത്തിയോ അശുദ്ധാത്മാവോ പറഞ്ഞിട്ട് നിങ്ങളെ ദൈവം കൊല്ലാനിടയാ ഞാൻ ഉത്തരം പറയേണ്ടി വരും, ഇല്ലേ? എനിക്ക് ആ പേടിയുണ്ട്. അവിടെ എനിക്ക് നിങ്ങളൊന്നും പ്രസംഗിക്കാനില്ല, എനിക്കൊന്നും നിങ്ങളോട് പറയാനുമില്ല. ദൈവശബ്ദം കേൾക്കാൻ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സത്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ തരും. അല്ലെങ്കിൽ ഇന്ന് പ്രസംഗം ഇല്ലാതെ പറഞ്ഞ് പോകും. ഇവിടെ അങ്ങനത്തെ ദിവസം ഇല്ലേ? പ്രസംഗം ഇല്ലെന്ന് പറഞ്ഞ പോലെ ദിവസമുണ്ട്, അല്ലേ? കുർബാനയില്ലെന്ന് പറയുന്ന ദിവസമുണ്ട്. എനിക്ക് ഒരു പുതിയില്ല. ഈ ദൈവാത്മാവൊന്നും പറയാനില്ലെങ്കിൽ അന്ന് ക്ലോസ് ആണ്. ഇന്നും ഒന്നും പറയാനില്ലെന്നുള്ളതായിരിക്കും അന്നത്തെ പ്രസംഗം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും, അത് നമ്മളെ ശുദ്ധീകരിക്കുന്നതുമാണ്. അപ്പം ദൈവം തരുന്ന സത്യം നമ്മളെ ശുദ്ധീകരിക്കുവാനും സാന്ദ്രപ്പെടുത്താനും കഴിവുള്ളതാണ്. പിശാച് പറയുന്നത് സത്യമാണെങ്കിലും അത് നമ്മളെ അശുദ്ധമാക്കാനും ബന്ധിക്കാനും കഴിവുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സ്വയപരിശോധന നടത്തണ്ടേ? നമ്മൾ ഇന്നാൾ പറഞ്ഞ സത്യങ്ങൾ 100%
പരിശുദ്ധമായിരുന്നു? സാധാരണ ചിന്തിക്കാൻ ധൈര്യപ്പെടാത്ത ചോദ്യമാണ്. സത്യമല്ല നല്ലതല്ലേ എല്ലാവരും ചെയ്യാറ്. പക്ഷെങ്കിൽ സത്യം ദൈവാത്മാവ് പറഞ്ഞെങ്കിലേ നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ എഴുതിയിട്ടു, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സത്യങ്ങൾ നമ്മളെ അറിയിച്ചത് ദൈവാത്മാവാണോ അശുദ്ധാത്മാവാണോ? അശുദ്ധാത്മാവാണ് അത് അറിയിച്ചതെങ്കിൽ, അത് നമ്മൾ അറിഞ്ഞതെങ്കിൽ നമ്മളെ അശുദ്ധമാക്കിയിട്ടുണ്ട്, ബന്ധിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടൊരു ഗുണവുമില്ല, ദോഷമുണ്ട്. അതുകൊണ്ട് ആ ഒരു വ്രതം വേണം. എനിക്ക് സത്യം അറിയണം, പക്ഷേ ആ സത്യാത്മാവ് എന്നോട് പറഞ്ഞാൽ മതി. ദൈവം പറയുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് ഒരു നിർബന്ധവുമില്ല, ഒരു ജിജ്ഞാസയുമില്ല. ദൈവത്തെ എനിക്കറിയണം. ദൈവത്തെ എനിക്ക് അറിഞ്ഞിട്ട് ദൈവം തരുന്ന സത്യം എനിക്ക് അറിഞ്ഞാൽ മതി. ആ ഒരു വ്രതമുള്ളവർക്ക് മാത്രമേ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം കിട്ടുള്ളൂ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-18 വരെ. അങ്ങനെ പലതരം അറിവുകളുണ്ട്. ഭൗമികം, പ്രാകൃതം, പൈശാചികമായ അറിവുകളുണ്ട്. അത് തരുന്ന പിശാചാണ്. അത് സത്യങ്ങളുമാകാം. പക്ഷേ അതിന്റെ കുഴപ്പം എന്നാന്നുള്ള കാര്യം യാക്കോബ് 3:14 എഴുതിയിട്ടുണ്ട്. കലക്കവും ഈർഷ്യയും ശാഠ്യവുമായിരിക്കും. എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും, ഡോക്ടറേറ്റ് ഉള്ള ആളാണെങ്കിലും, അത് ഉയരത്തിലെ ജ്ഞാനം അല്ലെങ്കിൽ അയാളിനോട് അടുക്കുമ്പോൾ അറിയാം ഈർഷ്യയും ശാഠ്യവും പിണക്കവും അവസാനം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ വീട്ടിൽ സ്വസ്ഥതയും സമാധാനം വരുത്താൻ ഉപകരിക്കുന്നെങ്കിൽ അത് ആര് കൊടുത്ത അറിവാ? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ പരിശുദ്ധാത്മാവ് തന്നെ തന്നതാണെങ്കിൽ മാത്രമേ സൽഫലങ്ങൾ ഉളവാക്കുകയുള്ളൂ, നീതി അവിടെ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അനീതിയോ അസമാധാനമോ അസ്വസ്ഥതയോ ആണ് ഒരു അറിവുള്ള ആളിന്റെ വീട്ടിലോ ഓഫീസിലോ നടക്കുന്നതെങ്കിൽ അതിന്റെ ആ സത്യത്തെ സംശയിക്കണം. ഇതാര് കൊടുത്ത സത്യമാണ് ഇന്ന് ചിലപ്പോൾ നടക്കുമോ? അപ്പൊ നമ്മുടെ വീട്ടിലോ നമ്മുടെ സഭയിലോ നമ്മുടെ സമൂഹത്തിലോ അറിവുള്ളവരൊക്കെ ഉണ്ടല്ലേ? സമാധാനമുണ്ടോ? അറിവും പരിജ്ഞാനമുള്ള അനേകരെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ സഭയും സമൂഹവും. പക്ഷെ യാതൊരു സ്വസ്ഥതയും ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം ഈ ഉയരത്തിലെ ജ്ഞാനമല്ലെന്നാണ്. ഭൗമികവും പ്രാകൃതവും പൈശാചിക ജ്ഞാനം നമ്മളെ തമ്മിൽ തെളിച്ച് സ്വസ്ഥതയില്ലാതാക്കി അസ്വസ്ഥതയിലാക്കി നമ്മളെ കലക്കിക്കളയും. അതുകൊണ്ട് ദൈവം എനിക്ക് സത്യം അറിയണം, പക്ഷേ അത് സത്യാത്മാവ് തരുമ്പോൾ എനിക്ക് മതി. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെക്കപ്പ് നടത്തണം. ഗർഭം മുതൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളിൽ ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ആത്മാക്കൾക്ക് സ്വാധീനമുണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് അതിലെ മാറ്റിയതിനു ശേഷം ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടർ കേൾക്കണം. ദൈവത്തിന്റെ ആത്മാവ് തന്നതൊഴിച്ച് വാക്ക് മുഴുവൻ ഡിലീറ്റ് ചെയ്തേക്കുന്നതിൽ ഓർഡർ കൊടുത്തെങ്കിലേ നമ്മുടെ ഹൃദയം മനസാക്ഷി ശുദ്ധമായി തീരുകയുള്ളൂ. സമയം പോയതുകൊണ്ട് നിർത്തുകയാണ്. ഈ ചോദ്യം ചോദിച്ചിട്ട് അറിയേണ്ടവർ എഴുതി ദൈവസന്നിധിയിൽ വെക്കുക. നവംബർ 2-ന് ശേഷം മറുപടി കിട്ടിയാൽ അറിയിക്കാം. നിങ്ങൾക്ക് തന്നെ മറുപടി എടുക്കാം. കണ്ടുപിടിക്കാൻ ഫലം നോക്കി അറിയാം നമ്മുടെ അറിവ് എന്നാണ്. ഏതാ യാക്കോബ് 3:14-18 വരെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഏതെല്ലാം അനുഭവങ്ങൾ നമുക്കുണ്ട്. ഉയരത്തിലെ ജ്ഞാനമാണോ എന്നറിയാൻ നമ്മുടെ അനുഭവം വെച്ചോണ്ട് നമുക്കറിയാം. എന്താ അതിൽ കമ്പ്യൂട്ടർ നോക്കണമെന്നല്ലോ ഉണ്ടോ? നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ എത്ര ശതമാനം കാണും? ഇത്രയും നാളും പഠിച്ച സത്യങ്ങൾ എന്റെ വീട്ടിലോ എന്റെ ഓഫീസിലോ എന്നോട് അടുക്കുന്നവർക്കോ സ്വസ്ഥതയില്ല എങ്കിൽ, സമാധാനമില്ല എങ്കിൽ, അവർക്ക് സൽഫലങ്ങളില്ല എങ്കിൽ, ശാന്തതയില്ല എങ്കിൽ, അടപ്പുറക്കമില്ല എങ്കിൽ അതിന്റെ അർത്ഥം സംശയിക്കണം, ഇത് ആര് കൊടുത്ത അറിവാണ്. അങ്ങനെയുള്ള ഇതിനെല്ലാം കണ്ടെത്തിയതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മാസം മൗനം എടുത്തിരിക്കുന്നത്. ഇന്നിവിടെ കൗൺസിലിംഗ് ഇല്ല, ബൈബിൾ ക്ലാസ് കഴിഞ്ഞു, നമ്മൾ താഴെ പോയി ആഹാരപാനീയങ്ങൾ പ്രാർത്ഥിച്ച് കഴിച്ച ഉടനെ തിരികെയാണ്. നിങ്ങൾക്ക് ഈ ഒരു അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ദൈവാത്മാവ് അറിയിക്കുമ്പോൾ അറിഞ്ഞാൽ മതി. ഈ ഒരു ആഗ്രഹം ഇത്രയും നാളും അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ തന്നെ അത് ദൈവാത്മാവാണോ പറഞ്ഞത്, അത് അശുദ്ധാത്മാവാണോ പറഞ്ഞത്? അശുദ്ധാത്മാവ് പറഞ്ഞതാണെങ്കിൽ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ദോഷം ചെയ്യും, അതിനെ അശുദ്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന് അവകാശമില്ലാത്തതും പിശാചിന് മാത്രം അവകാശമുള്ളതുമായ അറിവുകളും ദാനങ്ങളും എന്തുമാത്രം ഞങ്ങളിലുണ്ട്. അത് മുഴുവൻ കണ്ടുകിട്ടി ഒക്കോ എനിക്ക് കർത്താവിനുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ശൗലും 3 മക്കളും ഒരൊറ്റ ദിവസം തന്നെ തകർന്നു പോയതുപോലെ നമ്മൾ കുടുംബസഹിതം തകർത്തി വരും. ഇവിടെ വന്നിട്ട് ആരും കുടുംബസഹിതം തകർന്നു ചേർക്കരുത്. നന്നായിട്ട് മനസ്സിലായോ? അതുകൊണ്ട് ധ്യാനമന്ദിരത്തിലോ സങ്കേതമന്ദിരത്തിലോ വരുന്ന കുടുംബസഹിതം രക്ഷപ്പെട്ടു എന്ന് കേൾക്കണമെങ്കിൽ 100% പരിശുദ്ധാത്മാവിൽ വേണം ഇവിടുത്തെ കാര്യങ്ങൾ. കൗൺസിലിംഗ് ആയാലും പ്രസംഗമായാലും വരവ് പോക്കുകളായാലും എല്ലാം 100% ദൈവാത്മാവിലാണെന്ന് ഉറപ്പുണ്ടെങ്കിലേ അനങ്ങാവും. അല്ലെങ്കിൽ ശവം പോലെ ഇരിക്കണം. എന്താ അതാണ് പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുക എന്ന് പറയുന്ന അനുഭവം. അങ്ങനെ ഉറപ്പുള്ളപ്പോൾ മിണ്ടിയാൽ മതി, ഇടപെട്ടാൽ മതി, സംസാരിച്ചാൽ മതി. അല്ലാത്തതെല്ലാം ദോഷം ചെയ്യുന്നതായി ഉറപ്പിച്ചുകൊണ്ട് നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. ഈ ദൈവത്തിന്റെ സത്യം ഗ്രഹിച്ച് അതനുസരിച്ച് പോകാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറയാൻ ആഗ്രഹമുള്ളവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് തന്നെയാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന.
സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ശൗലിന്റെയും 3 മക്കളുടെയും ദാരുണമായ മരണം 1 ദിനവൃത്താന്തം 10 നിങ്ങൾ വായിച്ചു കേട്ടു. ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഒന്നിച്ച് ദാരുണമായ മരണത്തിനിടയായി ഞങ്ങൾ നശിച്ചുപോയി എന്ന് കേൾക്കാൻ ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശൗല് കൊണ്ടോ പ്രവാചകനത്തിൽ നിന്ന് പഴഞ്ചൊല്ല് വരത്തക്കൊണ്ട് പ്രവാചകനായി അഭിഷിക്തനായി രാജാവായി തന്നെ വിളിക്കപ്പെട്ടുവെങ്കിലും ദുരാത്മവാചകനായി വെളിച്ചപ്പാടത്തിനനുസരിച്ച് എള്ളപ്പാട് ചോദിക്കാൻ പോയി. പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒന്നും പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ആദ്യം പ്രാർത്ഥിച്ചിട്ട് സഹായിച്ചുകൊണ്ടിരുന്ന ശൗമേൽ മരിച്ചുപോയി. ഇനി ഞാൻ എവിടെ പോയി എന്നാ ചോദിക്കും? അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് വെളിച്ചപ്പാടത്തിയോട് ചോദിച്ചപ്പോൾ അത് സ്വർഗകോടതി വലിയ മഹാഭാവമായി ചിത്രീകരിച്ചിട്ട് ശൗലിനെയും 3 മക്കളെയും ഒരൊറ്റ ദിവസം തന്നെ ശത്രുവിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് അവരെ തകർന്നുപോയ ദാരുണമായ സംഭവം ഞങ്ങൾക്കോ ഞങ്ങളുടെ സഭയ്ക്കോ ഞങ്ങളുടെ സമൂഹത്തിനോ ഞങ്ങളുടെ ഭവനത്തിനോ ഈ ദാരുണമായ അന്ത്യം വരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ ദൈവാത്മാവിൽ മാത്രം അറിയാൻ, ദൈവാത്മാവ് സത്യത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്നത് മാത്രം ഞാൻ കേട്ടാൽ മതി. ദൈവാത്മാവിൽ ഒരാൾ സംസാരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അയാളോട് സംസാരം കേൾക്കുവാൻ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കേതഭവനത്തിലോ ധ്യാനമന്ദിരത്തിലോ നടക്കുന്ന പ്രസംഗങ്ങളും കൗൺസിലിങ്ങും 100% പരിശുദ്ധാത്മാവിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആരെങ്കിലും ഇവിടെ വരാനും അവരോട് സംസാരിക്കണമെന്ന് ദൈവാത്മാവ് നിയോഗിക്കുന്നെങ്കിൽ മാത്രം സംസാരിക്കുവാനുള്ള ആ ചിട്ടയും ആ വ്രതവും ഞങ്ങൾക്ക് തരണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വീകരിച്ചവനായിട്ട് തന്നെ.